യേശു കർത്താവിൻ്റെ നാമമെന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. യേശുവിനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകും. തേജസ്സേറിയവൻ്റെ ശ്രേഷ്ഠത കൺമുൻപിൽ കൺകുളിർക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ കർത്താവിൻ്റെ കാൽക്കൽ വീണുപോയി. അതിശ്രേഷ്ഠനായ, യോഗ്യനായ, ഉന്നതനായ കർത്താവിനെ, അതിവിശുദ്ധനായ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ വീണുപോയി. യോഹന്നാൻ മരിച്ചവനെ പോലെ വീഴുവാനുള്ള കാരണമെന്താ? ഭയത്തോടും വിറയലോടും കൂടി ആരാധിക്കേണ്ടവനെയാണ് ഈ യോഹന്നാൻ കൺമുൻപിൽ കണ്ടത്. ആ യോഹന്നാൻ വീണുപോയി. കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ഒരു താഴ്മയും ഈ ഒരു ഭയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് പൂർണ്ണമായും വിശുദ്ധൻ, നാമോ അശുദ്ധിയുള്ള ജനം. നമ്മളിൽ കുറവുകളുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടി, കർത്താവെ, ഞാൻ കുറവുള്ളവനാണ്, നീയോ ശ്രേഷ്ഠൻ, വിശുദ്ധൻ. എന്നാൽ വീണ് കിടക്കുന്ന യോഹന്നാനെ കണ്ടിട്ട് കർത്താവ് കാണാതെ കടന്നുപോയില്ല. കർത്താവ് വലം കൈ അവൻ്റെ മേൽ വെച്ചു. കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട. അപ്പോൾ ഈ ശ്രേഷ്ഠത, മഹത്വം, കർത്താവിൻ്റെ രൂപഗുണം കൺമുൻപിൽ കണ്ടപ്പോൾ യോഹന്നാൻ ഭയപ്പെട്ടു എന്ന് വ്യക്തമാണ്. കർത്താവ് തൻ്റെ വലങ്കരം അവൻ്റെ മേൽ വെച്ചു. അവനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഭയത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, ഭയപ്പെടുത്തുന്ന നമുക്ക് ചുറ്റും ഇറങ്ങി വരുമ്പോൾ, അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ ബലമേറിയ കര നമ്മുടെ മേൽ വരിക മാത്രമല്ല, അവ നമ്മളോട് സംസാരിക്കും. കുഞ്ഞേ, നീ ഭയപ്പെടേണ്ട. എന്താണ് അടുത്ത് പറയുന്നത്? ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകും. കർത്താവ് വ്യക്തമായിട്ട് യോഹന്നാനോട് വെളിപ്പെടുത്തുകയാണ്, ഞാനാണ് ആദ്യനും, ഞാനാണ് അന്ത്യനും ജീവനുള്ളവനും എന്ന് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഭയത്തിൻ്റെ നാളുകളെ എന്നേക്കുമായിട്ട് എടുത്തു കളഞ്ഞ് സകലത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവ്, ആദ്യനും അന്ത്യനുമായി ജീവനുള്ളവനായ കർത്താവ് നിന്നെ ബലപ്പെടുത്തുവാൻ ശക്തനായി കൂടെയുണ്ട്. ഈ പ്രഭാതത്തിൽ ഏത് വിഷയത്തിൻ്റെ നടുവിലാണോ ഭയപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിൻ്റെ നടുവിലാണോ തളർന്ന് വീണ് കിടക്കുന്ന ഒരനുഭവമുള്ളത്, ഒരവസ്ഥയുള്ളത്, അവിടുന്ന് താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ ഉയരത്തിൽ ഉന്നതനായ കർത്താവിൻ്റെ കരം നിൻ്റെ മേൽ വരും. നിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഭയത്തെ എടുത്തു കളയുവാൻ കർത്താവ് ഇങ്ങനെ പറയും, കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ഞാൻ ജീവനുള്ളവനായ ദൈവം. ആ കർത്താവിൽ ആശ്രയിക്കാം, ആ കർത്താവിൽ ശരണപ്പെടാം, ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി മുന്നേറുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.